സംശയം എന്താ? നാണമില്ലേ ഈ KSIDC എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് ഇങ്ങനെ നാണം കെട്ട് രണ്ടാം തവണയും പോവാൻ? എനിക്ക് തോന്നുന്നു ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യൻ, ഒരു ഗവൺമെന്റ് പ്യൂൺ പോലും ഇങ്ങനൊരു രണ്ടാമതൊരു ജാമ്യം തേടലിന് പുറപ്പെടുകയില്ല. കാരണം അത്ര നാണം കെട്ട രീതിയിലാണ്, അവരെ നാണക്കെടുത്തുന്ന രീതി. ഹൈക്കോടതി ശരിയാമണ്ണം പറഞ്ഞത് നിങ്ങൾ എന്തിനാണ് ഈ അന്വേഷണത്തെ വഹിക്കുന്നത്? നിങ്ങളുടെ മടി കനമുണ്ടോ എന്നാണ് ചോദിച്ചതിന്റെ അർത്ഥം. ശ്രീ രാജേന്ദ്രൻ, KSIDC കേരള ഹൈക്കോടതിയിൽ SFIയുടെ അന്വേഷണം തടയുന്ന ഒരു ഹർജി കൊടുത്തു. മുമ്പും ഈ ഹർജി കൊടുത്ത് അന്ന് കേരള ഹൈക്കോടതി പറഞ്ഞു നിങ്ങൾ എന്തിനാണ് അന്വേഷണം ഭയക്കുന്നത്. വീണ്ടും ഒരു ഹർജി കൊടുത്തു, അതിന്റെ വിധി വന്നിരിക്കുകയാണ്, അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്ന് വിധി വന്നിരിക്കുകയാണ്. അപ്പൊ വീണ വിജയനെ തുരുത്ത് വീണ്ടും മുറുകിക്കൊണ്ടിരിക്കുകയല്ലേ? സംശയം എന്താ? നാണമില്ലേ ഈ KSIDC എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് ഇങ്ങനെ നാണം കെട്ട് രണ്ടാം തവണയും പോവാൻ? എനിക്ക് തോന്നുന്നു ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യൻ, ഒരു ഗവൺമെന്റ് പ്യൂൺ പോലും ഇങ്ങനൊരു രണ്ടാമതൊരു ജാമ്യം തേടലിന് പുറപ്പെടുകയില്ല. കാരണം അത്ര നാണംകെട്ട രീതിയിലാണ്, അവരെ നാണക്കെടുത്തുന്ന രീതിയിലാണ് ഹൈക്കോടതി ശരിയാമണ്ണം പറഞ്ഞത്. നിങ്ങൾ എന്തിനാണ് ഈ അന്വേഷണത്തെ വഹിക്കുന്നത്? നിങ്ങളുടെ മടി കനമുണ്ടോ എന്നാണ് ചോദിച്ചതിന്റെ അർത്ഥം. അപ്പൊ കോടതിക്ക് ഇപ്പൊ തന്നെ ബോധ്യമായിട്ടുണ്ട് ഇവരുടെ മടിയിൽ കനമുണ്ട്, കള്ളത്തരമുണ്ട് എന്നുള്ളത്. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള വെപ്രാളം, വിഭ്രാന്തി ആണ് കാണിക്കുന്നത്. ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് കേരളത്തിന്റെ KSIDC എന്ന് പറയുന്ന അഭിമാന സ്ഥാപനത്തിനെന്നുള്ള കാര്യത്തിൽ ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടാകുമെങ്കിൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രം. കാരണം എല്ലാവർക്കും വ്യക്തമായി കഴിഞ്ഞു ഇതിനകത്ത് എന്തൊക്കെയോ സോഡി ഡീപ്സ്. അതുപോലെ തന്നെ എക്സാലോജിക് എന്ന് പറയുന്നത് ഒരു ഷെൽ കമ്പനിയാണ്, തട്ടിപ്പ് കമ്പനിയാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞ തട്ടിപ്പ് കമ്പനിയാണ് ഷെൽ കമ്പനി എന്ന് പറഞ്ഞ അദാനിയെ അപഹസിച്ചിരുന്നവർ ഇപ്പൊ എന്തു പറയുന്നു? സ്വന്തം മകൾക്ക് തന്നെ കേരള മുഖ്യമന്ത്രി ഒരു ഷെൽ കമ്പനി അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. അമ്മയുടെ പെൻഷൻ പണമായാലും ബാങ്കിലെ ലോൺ ആയാലും അത് ഉപയോഗിച്ചിരിക്കുന്ന ആ രീതിക്കാണ്. അതാണ് ഈ ഭയപ്പാട് കാണുമ്പോൾ അന്വേഷണം എന്തിനാണ് നിങ്ങൾ തടയാൻ ശ്രമിക്കുന്നത് എന്നൂടി ഒരു വിധിയുടെ കോടതി ചോദിക്കുന്നുണ്ട്. വിശദീകരണം ചോദിച്ചില്ലെങ്കിലും CM മറുപടി നൽകണമെന്നും ഹൈക്കോടതിയും ചോദിച്ച് വിശദീകരണം കാണിക്കാൻ KSIDയോട് കോടതി പറഞ്ഞിരിക്കുകയാണ്. സത്യം, ഇത് കേരളത്തിന്റെ ഈ ഇന്ത്യയുടെ ഭരണഘടന മാത്രമല്ല, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അരിയാഹാരം കഴിക്കുന്ന മനുഷ്യരുടെയും മനസാക്ഷി ചോദിക്കുന്ന ചോദ്യമാണ്. നിങ്ങൾ കള്ളത്തരമൊന്നുമില്ല, ഒരു സ്ഥാപനമാണ്. നിങ്ങളുടെ വീട്ടുകാർക്കെതിരെയല്ല കേസ്. ആ സ്ഥാപനത്തിനെതിരെ കേസ് വരുമ്പോൾ നിങ്ങളൊന്നും ഒളിച്ചു വെച്ചിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ അലമാരയിൽ അസ്ഥികൂടങ്ങളില്ലെങ്കിൽ, ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞുനാർന്നില്ലെങ്കിൽ എന്തിനാണ് ഈ ഭയപ്പാട്? ഈ ഭയപ്പെട്ടുള്ള ഓട്ടം, നെട്ടോട്ടം, വെപ്രാളം, പരക്കമ്പത്തിൽ. കേരള ഹൈക്കോടതി വിധിയാണ് വീണ വിജയൻ തിരിച്ചടി. ഉച്ചയ്ക്ക് 3 മണിക്ക് കർണാടക ഹൈക്കോടതി വിധിയിൽ വരാനിരിക്കുന്നത് SFIയുടെ അന്വേഷണം തടഞ്ഞുള്ള ഹർജി. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് കേരള ഹൈക്കോടതിയുടെ പ്രകാരമുള്ള അതേ മാതൃകയിലുള്ള ഒരു വിധി മാത്രമേ കർണാടകത്തിൽ നിന്ന് വരാൻ സാധ്യതയുള്ളൂ. 99%. അതായത് നേരത്തെ തന്നെ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ വിധി വന്നിട്ടുള്ളതാണ്. EDക്കെതിരെ സഹാറയുടെ ഉടമ ഇപ്പോ തിഹാർ ജയിലിൽ കിടക്കുകയാണ്. അതുപോലെ കള്ളത്തരം കാണിച്ചിട്ടാണ് അത് സംഭവിച്ചത്. ആ കാര്യത്തിൽ സുപ്രീം കോടതി ഒരു വ്യക്തമായ വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതൊരു പ്രസിഡൻസ് ആണ്, അതൊരു കീഴ്വഴക്കമാണ്. അതിനെ മറികടന്നൊരു വിധി ഇന്ത്യയിലെ ഒരു ഹൈക്കോടതിക്ക് നൽകാനാവില്ല. അതായത് വെറും നിസ്സാരമായിട്ടുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് ശരിയല്ല, അത് അനുവദിക്കുകയില്ല. അന്വേഷണത്തിന് ചുമതലപ്പെട്ട ഏജൻസികൾ അന്വേഷണമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. മുടന്തൻ ന്യായങ്ങൾക്ക് അവിടെ ഒരു പ്രസക്തിയുമില്ല എന്ന് തന്നെയാണ്. ഈ കാര്യത്തിലും ഈ മുടന്തൻ ന്യായങ്ങൾക്ക് അത്തരം ഒരു പ്രസക്തിയേ ഉള്ളൂ. 3 മണിക്ക് കർണാടക വിധി വരുമ്പോഴും അത് ഇടുത്തി തന്നെയായി തീരും. കള്ളം കാണിച്ചവർക്ക്, അല്ലാത്തവർക്ക് അത് സന്തോഷത്തിനും പക നൽകും എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇനി വേറൊരു കാര്യമുള്ളത്, ഇവരെ മറയ്ക്കാൻ ശ്രമിക്കുന്നതിന്റെ പ്രധാന കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ KSIDCയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന പല ഉദ്യോഗസ്ഥരും നേരെ CMRL ചെന്ന് ചേരുകയാണ്. ഇത് വാസ്തവത്തിൽ മഞ്ഞുകട്ടയുടെ ഒരു ഉപരിതലം മാത്രമാണ്. അടിയിലോട്ട് വളരെ ഉണ്ട്. അതായത് കരിമണൽ ഖനനം ആ കാലത്ത് തന്നെ VS അച്യുതാനന്ദൻ അതിനെ എതിർത്തിരുന്നതാണ്. അവിടെ സമരങ്ങൾ നടന്നിരുന്നതാണ്. തങ്ങൾക്ക് പണം കിട്ടിയില്ലെന്നാണ് KSIDC ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്.
തങ്ങൾക്ക് പണം കിട്ടിയില്ലെന്ന് KSIDC തന്നെ പണം കൊടുത്തിരിക്കുന്നത്. CMRലാണ് പണം കൊടുത്തിരിക്കുന്നത്. CMRന് കൊടുത്തിരിക്കുന്നത് എക്സാലോജിക്കിലാണ്. രേഖകളിൽ ഹാജരാക്കി 2 ആഴ്ച സമയം വേണം എന്നതുകൂടി ന്യൂസിൽ പുറത്തു വരണുണ്ട്. അതാണ് സമയം വായിക്കുന്നത്. എന്തിനാ? കള്ളമുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ തുറന്നു പറഞ്ഞാൽ മതി, ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അത് ട്രാൻസ്പെറന്റ് അല്ല. 2 ആഴ്ച കൂടെ കള്ളം പറഞ്ഞ് ഏതെങ്കിലും വക്കീലിനെ കൊണ്ട് എന്തെങ്കിലും കള്ളസാക്ഷിയെ കൊണ്ടൊക്കെ എങ്ങനെയും തട്ടിക്കൂട്ടി രക്ഷപ്പെടാൻ നോക്കുക. നാണം കെട്ടവർ. കേരളത്തിന് അതാണ് ഈ സ്ഥാപനത്തെ തന്നെ പിരിച്ചുവിടണം. അതാ വേണ്ടത്. തന്നെയല്ല, വേറൊരു കള്ളത്തരം ഇവരുടെ ഉണ്ട്. അവരുടെ അവിടുന്ന് റിട്ടയർ ചെയ്ത ആളുകൾ നേരെ പോയിട്ട് എക്സാലോജിക്കലല്ല CMRൽ ചേരുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവർ തമ്മിലുള്ള ആ ഒരു ബാന്ധവം, അച്ചുതണ്ട്, അന്തർധാര എന്ന രാഷ്ട്രീയത്തിൽ പറയുന്ന ആ ബന്ധം വ്യക്തമാണ്. അപ്പൊ ഇത് പരസ്പരം എക്സാലോജിക്ക്, CMRൽ, KSIDC ഇതൊരു ത്രിമൂർത്തികളാണ്. ആ ത്രിമൂർത്തികളാണ് ഈ ആരും അറിയത്തില്ല എന്ന് പറയാൻ കണ്ണു മടക്കി പാല് കുടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അത് പൂച്ച പുറത്തി അടിയിരിക്കുക. ഈ പറയുന്ന ഈ അസംബ്ലി നടത്തിയ റെട്ടോർട്ടുകളുണ്ടല്ലോ, പച്ചക്കള്ളമാണ് പറയുന്നത്. കൈകൾ ശുദ്ധമായിരിക്കണം, വ്യക്തിശുദ്ധി ഉണ്ടായിരിക്കണം, ഈ കൈകൾ ശുദ്ധമാണോ എന്നൊക്കെ കാണിച്ച റെട്ടറികൾ അത് വെറും രാഷ്ട്രീയ ഗിമ്മിക്കുകൾ മാത്രമാണ്. ഇതിപ്പോ ഈ മരണവപ്രാളം കാണുമ്പോൾ ആർക്കും മനസ്സിലാവും ഉള്ളാലെ ചിരിച്ചുകൊണ്ടല്ല ഇതൊന്നും കേട്ടത്. ഉള്ളാലെ ക്ഷോഭത്തോടെയാണ് കേട്ടുകൊണ്ടിരുന്നത്. ഉള്ളാലെ അത് മനസമാധാനം കെടുത്താനുള്ള പ്രവൃത്തികളൊന്നും ഇങ്ങോട്ട് ഏൽക്കുകയില്ലെന്ന് പറഞ്ഞു. പക്ഷെ മനസമാധാനം ആ കുടുംബത്തിന് തന്നെ നഷ്ടമായിരിക്കും. എന്തുകൊണ്ട്? സത്യസന്ധമായ വിധത്തിൽ CS അച്യുതാനന്ദന്റെ മാതൃകയിൽ, EK നായനാരുടെ മാതൃകയിൽ ഒക്കെ പോയിരുന്നെങ്കിൽ ഇവിടെ ഒരു പ്രശ്നം. അച്യുതാനന്ദന്റെ മാതൃകയിൽ അങ്ങനെയല്ല പോയിരിക്കുന്നത്. ഇത് VS അച്യുതാനന്ദൻ കേരളത്തിന് ഓർമ്മയുണ്ടെങ്കിൽ കർണാടക ഹൈക്കോടതി വിധിയും കാത്തിരിക്കുന്നു. നന്ദി ശ്രീ രാജേന്ദ്രൻ. അതെ, 3 മണിക്ക് നമുക്കറിയാം 99% ഈ വഴിക്ക് തന്നെയുള്ള ഒരു വിധിയായിരിക്കും അവിടെ വരാൻ പോകുന്നത്. കാരണം ഭരണഘടനയെ നമുക്ക് മാനിക്കാതെ മുന്നോട്ട് പോകാം. ഭരണഘടനാ ലംഘനം നടത്താൻ ശ്രമിക്കുന്നത് ഇതുപോലെയുള്ള കേസുകളാണ്. ഭരണഘടനാ ലംഘനമാണ് ഇങ്ങനെയുള്ള ഈ ഹർജികൾ പോകുന്നത്. നന്ദി ശ്രീ രാജേന്ദ്രൻ.